ഒരു രാത്രിയും ഒരു പകലും പെയ്ത പെരുമഴയെയും അപകട സാധ്യതകളെയും തോൽപ്പിച്ചാണ് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ ചൂരൽമലയിൽ സൈന്യം ഉരുക്കുപാലം നിർമ്മിച്ചത്. അത് ഇപ്പോഴും ഇനി പുതിയൊരു പാലം വരും വരെയും ചൂരൽമലയുടെ സഞ്ചാര സ്വാതന്ത്ര്യമായി നിലകൊള്ളും. ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് അതിവേഗം ഇവിടെ പാലം നിർമ്മിച്ചത്. കുത്തിയൊഴുകുന്ന മലവെള്ളത്തിന് മുകളിൽ വ്യാഴാഴ്ച വൈകിട്ട് 5 ബെയ്ലി പാലം യാഥാർത്ഥ്യമായത്. മേജർ ജനറൽ വി.ടി. മാത്യുവിന്റെ വാഹനവും സൈന്യത്തിന്റെ ആദ്യ മെഡിക്കൽ യൂണിറ്റും ഇതുവഴി മുണ്ടക്കൈ മലയുടെ നെറുകയിലേക്ക് ആദ്യമായി കടന്നുപോയപ്പോൾ ഇരുകരകൾക്കിടയിൽ അതൊരു ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ പാലമായി. കണ്ണീർ ദുരന്തം രണ്ടായി വിഭജിച്ച ചൂരൽമല മുണ്ടക്കൈ നാടുകൾക്കിടയിലാണ് മലവെള്ളം അതിർരേഖ വരച്ചത്. വൻമരങ്ങളും പാറക്കല്ലുകളുമെല്ലാം ഇതുവഴി കുത്തിയൊഴുകിയതോടെ രണ്ട് നാടുകളും തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു. താൽക്കാലികമായി തുരുത്തുകളിലേക്ക് നിർമ്മിച്ച നടപ്പാലം കടന്നായിരുന്നു രക്ഷാപ്രവർത്തകർ ദുരന്തമേഖലയുടെ തുടക്കമായ മുണ്ടക്കൈ പുഞ്ചിരമറ്റം പ്രദേശങ്ങളിലേക്ക് അതുവരെ കടന്നുപോയത്. മലമുകളിൽ നിന്നും രക്ഷാപ്രവർത്തകർ താഴേക്ക് മൃതദേഹങ്ങളും മറ്റും എത്തിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. പുഴയ്ക്ക് അക്കരെയുള്ള അട്ടമല ഗ്രാമവാസികളും ചൂരൽമലയിലെ പഴയ പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെ ഒറ്റപ്പെട്ടിരുന്നു. ഇവർക്കെല്ലാം ആശ്വാസമായാണ് പാലം യാഥാർത്ഥ്യമായത്. ശ്രമകരവും അടിയന്തരവുമായ ദൗത്യത്തിനൊടുവിലാണ് ഇരുകരകളും വീണ്ടും പാലത്തിലൂടെ കൈപിടിച്ചത്. ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 250 സൈനികരാണ് ബെയ്ലി പാലം നിർമ്മിച്ചത്. വിശ്രമമില്ലാതെ പ്രതികൂലമായ കാലാവസ്ഥയെയും മറികടന്നാണ് ഇവിടെ പാലം ഉയർന്നത്. മുണ്ടക്കൈ മേഖലയിലെ തുടർരക്ഷാ പ്രവർത്തനത്തിന് ഇതോടെ വേഗതയേറും. തുടർ ദൗത്യങ്ങൾക്കെല്ലാം വാഹനം ഇവിടെ എത്തുന്നതോടെ രക്ഷാദൗത്യ സംഘങ്ങൾക്കും ആശ്വാസമായി. താൽക്കാലികമായ മരപ്പാലങ്ങൾ ഓരോ മഴയിലും കുത്തിയൊഴുകി പോകുന്നതിനാൽ ആളുകളെ മറുകര കടത്തുകയെന്നതും ശ്രമകരമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവരെല്ലാം സൈന്യത്തിന്റെ പാലം നിർമ്മാണം നിരീക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.